കർത്താവ് നൽകിയ പുതിയ നിയമത്തിൽ നിന്നും ഒരു ഉപമ വർത്തമാന സംഭവങ്ങളുമായി കോർത്തിണക്കി അല്പം നർമ്മത്തിൽ ചാലിക്കുന്നതോടൊപ്പം അതിന്റെ ഗൗരവമൊട്ടും ചോരാതെ നിങ്ങളുടെ ചിന്തകൾ ഉണർത്തുവാനായി പുനരാവിഷ്കരിക്കപ്പെടുകയാണ് എന്നിവിടെ ദൈവനാമത്വത്തിനായി സെന്റ് മേരീസ് സൺഡേ സ്കൂൾ അധ്യാപകർ അവതരിപ്പിക്കുന്ന 10 കന്യകമാർ. നമ്മളല്പം താമസിച്ചെന്ന് തോന്നുന്നു. വേഗം വാ. പറഞ്ഞ പോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. ഇനി നമുക്ക് മുമ്പെങ്ങാനും അവരകത്ത് പോയി കാണുമോ? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്വവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ കൂടി കാണാനുണ്ടല്ലോ. അവരെങ്ങാനും വരാതിരിക്കുവോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഒരിക്കലും പേടിക്കേണ്ട. നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിരിക്കുക. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിലെ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നാലോ? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരുന്നതുവരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം. ഒന്ന് നിക്കടി, ഞാനും കൂടി വരുന്നു. ഓടി ഓടി എന്റെ നടു തളർന്നു. എത്ര നേരമായി അലറി വിളിക്കുന്നു. നിങ്ങളൊക്കെ ചെവിയിലെന്താ? അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. അതെ, നീ എന്താ ഇത്ര താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇതെന്ത് കൂത്താത്? ഇന്നിവിടെ ഗാനമേള വല്ലതും ഉണ്ടോ? ഇതായിരുന്നേ ഞാനൊരു കരോക്കെയൊക്കെ ആയിട്ട് വന്നേനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വെള്ളയും ഇട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ മറ്റു 2 എണ്ണത്തിനെ കണ്ടില്ലല്ലോ. പിന്നെ എന്തായി നിന്റെ പുതിയ ജോലിക്കാര്യം? ആപ്പിളിൽ നിന്നും മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയാ. എനിക്ക് പക്ഷേ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനൊന്നും പോകുന്നില്ലെന്നേ. പിന്നെ വല്ല ആപ്പിൾ പറിക്കാനെങ്ങാനും ആയിരിക്കും. നീ എന്താടി ഇത്ര താമസിച്ചത്? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, എനിക്കത് സ്കിപ്പാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയില്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എനിക്കൊരു ഇന്റർവ്യൂ വേണമെന്ന്. എന്റെ ഡാൻസ് കണ്ടിട്ടാ. അവർക്ക് ഡാൻസ് മാത്രം പോരാ, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടി വേണമെന്ന്. എന്ത് ചെയ്യാനാ? ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ യൂട്യൂബർ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒന്ന് നിർത്തടി. നീ ഇത്ര നേരം എവിടെയായിരുന്നു? മലയാളമായിരുന്നു. എന്റെ അമ്മേ, സ്വന്തം ഭാഷയായതുകൊണ്ടൊരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റാലോ അല്ലേ? നീ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ്. നീ ആദ്യം ഇത് പറ. 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസോ? അല്ല, ഫാൻസ്. അതൊക്കെ വിട്. പിന്നെ മണവാളം വരാറായോ? കട്ട വെയിറ്റിംഗ് ഫോർ മണവാളൻ എന്നൊരു ക്യാപ്ഷൻ കൂടി ഇട്ടാൽ പൊളിക്കും. മിനിമം ഒരു 1K ലൈക്കെങ്കിലും മേടിച്ചെടുക്കണം. ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? പിന്നെ വീടുമില്ല, കറണ്ട് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോയ്ക്ക് ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടയ്ക്ക് അതും കണ്ടുപിടിച്ചു. യജമാനൻ വരാറായി എന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്ത് വെപ്രാള പെണ്ണുങ്ങളെ ഇത്! പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? എന്നാൽ വാ, നമുക്ക് വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്ക്. അയ്യോ, ഞാൻ എണ്ണ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞിട്ട് നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ചോദിക്ക്, ഇപ്പൊ കിട്ടും. ഹായ് ഗേൾസ്,
Can you share some oil, please? അത് 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 പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നു പോയത് കൊണ്ടല്ലേ ചോദിക്കുന്നത്. അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുതേ. നിങ്ങൾക്കും കൂടി പകർന്നു തന്നാൽ അത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്? ചുരുക്കം പറഞ്ഞാൽ നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രച്ഛന്നവേശക്കാരോട് ചോദിക്കണ്ടാന്ന്. നിങ്ങൾ വന്നേ, ഇവിടെ 24 hours ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഇവരോട് പെക് ചെയ്യുന്നേ? നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറിയിൽ പോകാം. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. വെള്ളിയും ഇട്ട് ഇറങ്ങിക്കോളും. ഓരോരോ മാരണങ്ങൾ കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയവും. കയ്യിരിപ്പാണെങ്കിലോ ഇവളിമാരിതെവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കണ്ടിരുന്നേ കുറച്ച് തലയിൽ കൂടി ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാര് അകത്ത് കയറി കഥകളിച്ചെന്നാ തോന്നുന്നേ. ഇനി നമ്മളെ പിടിച്ചെങ്ങാനും മുങ്ങിയോ ആവോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നു എന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു, കതക് തുറക്ക്. ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? ലോക്കലും സെൻട്രലും എല്ലാ കമ്മിറ്റിയിലും സ്ഥിരമായി പാട്ടുപാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ഹലോ, കതക് തുറക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ടൊന്ന് മാറിയേ. ഇല്ലാത്ത നേരമുണ്ടാക്കി ഇവിടെ വന്നപ്പോൾ തുറക്കില്ലെന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ആർ യു ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലെന്നോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താടേ പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലർന്ന് കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെയാണിത്. ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നേ? വീട്ടിൽ പോയാലൊന്ന് കിടന്നുറങ്ങുകയെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങൾ കുത്തൊഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവൻ. ജാഗരൂകരായിരിക്കുവൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കത് പേടിയാകുന്നു. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ചെടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്നും ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. ബുദ്ധിയുള്ള കന്യകമാ വിളക്കിലെന്ന നിറഞ്ഞോ, പ്രിയനെ കാത്തിരുന്നതാ ചേർന്നിടും മണവറയിൽ ലോകമോഹങ്ങൾ വെടിഞ്ഞോ, ആരാലും വെറുക്കപ്പെട്ടോ, വിശുദ്ധി കാത്തു സൂക്ഷിച്ചോ, ഏവരും കാണും സദസ്സിൽ. നിങ്ങളുടെ അരകൾ കെട്ടിയിരിക്കട്ടെ, ദീപങ്ങൾ കത്തിയിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിൽ നിന്ന് വരുമ്പോൾ വാതിൽ തുറക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവരെ പോലെ നിങ്ങളും ആയിരിക്കും.